CJP മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, ആശയങ്ങൾ, അതിലൊട്ടേറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ജുഡീഷ്യൽ പരിഷ്കാരം, വോട്ടവകാശം സംരക്ഷിക്കൽ, വനിതാ സംവരണം, മാധ്യമ സ്വാതന്ത്ര്യം, കൂറുമാറ്റ നിരോധനം, ഇതൊക്കെ കേട്ടു. പക്ഷേ ഈ ആശയങ്ങൾ എടുത്തു പരിശോധിച്ചാൽ, ഉദാഹരണത്തിന് മാധ്യമ സ്വാതന്ത്ര്യം എടുത്താൽ, വൻകിട കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥയിലുള്ള മാധ്യമങ്ങളെ ലൈസൻസ് റദ്ദാക്കണമെന്ന ആവശ്യം ഉണ്ടല്ലോ. അത് എങ്ങനെയാണ് CJPക്ക് താല്പര്യമില്ലാത്തവരെ ഒഴിവാക്കുക എന്നത് അംഗീകരിക്കാനാവുമോ? അംബാനി അല്ലെങ്കിൽ അദാനി അവരുടെയൊക്കെ മീഡിയ ലൈസൻസ് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ അത് ഏകപക്ഷീയമായ ഒരു തീരുമാനമായി മാറില്ലേ? അല്ല, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈയാമ്പാറ്റകളെ പോലെ ഇവരെടുത്ത് ചാടുകയാണെന്ന്. ചിന്താശേഷി വേണ്ടേ? നോക്കൂ, ഇന്ത്യയിൽ ഏതൊരു പൗരനും മാധ്യമ സ്ഥാപനം തുടങ്ങാൻ അവകാശമുണ്ടെന്നേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾ തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ഇവരാണോ സത്യസന്ധതയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാർ? അതുപോലെ തന്നെ ചില ആൾക്കാർ രാജ്യസഭയിൽ മത്സരിക്കാൻ പാടില്ല. നോക്കൂ, ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആൾക്ക് ഇന്ത്യൻ പൗരനല്ലേ? ഇന്ത്യൻ പൗരൻ എവിടേക്കാണ് മത്സരിക്കാൻ അവകാശമില്ലാത്തത്? ഇന്ത്യൻ പൗരന് വേണമെങ്കിൽ രാഷ്ട്രപതിയായിട്ട് മത്സരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, പരിശ്രമിക്കാമല്ലോ. ഇനി നാളെ ചീഫ് ജസ്റ്റിസ് തോന്നുന്നു എനിക്ക് നാളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ഉടനെ ഇവർ വന്നിട്ട് വേണ്ടാന്ന് പറയുമോ? പഞ്ചായത്തിൽ മത്സരിക്കാം, നിയമസഭയിൽ മത്സരിക്കാം, ലോക്സഭയിൽ മത്സരിക്കാം, രാജ്യസഭയിൽ, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്നേ. അതുപോലെ തന്നെ ചാനലുകൾ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രീയ ചാനലുകളുടെ തലപ്പത്തിരിക്കുന്നവരാരും വേറെ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് ഈ ഭരണഘടനയുടെ ഏത് വകുപ്പ് വെച്ചിട്ടാണ് ഇവർ അവകാശപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഒരു പൗരൻ ഈ രാജ്യത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള അവകാശമില്ല. അയാൾക്ക് മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്, അയാൾക്ക് നാളെ മറ്റൊരു സ്ഥലത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ അവകാശമുള്ള. അപ്പോൾ യാതൊരു ബോധവും ഇല്ലാണ്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളുടെ പുറകിൽ എടുത്ത് ചാടുന്നത്.